അയ്യോ എന്ത് പറ്റിയടാ ഉച്ചയ്ക്ക് എന്ത് ബിരിയാണി? ആ കപ്പ. ഹലോ ഗൈസ്, ഇന്ന് ഞാനൊരു സൺഡേ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ രാവിലെ എണീറ്റു, രാവിലെ കാപ്പി കുടിച്ച്, ഇന്ന് ഉപ്പുമാവാണ് ഉണ്ടാക്കിയത്. കാപ്പി കുടിച്ചു, ചേട്ടൻ ജോലിക്ക് പോയി, പിന്നെ ഞാനും പിള്ളേരും മാത്രമേ ഉള്ളൂ. ഒരാൾ രാവിലെ മുതൽ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്. രാവിലെ എണീറ്റത് മുതൽ ടി വിയുടെ മുമ്പേ ആണ്. ഒരാൾ എന്തൊക്കെ കുറച്ച് വർക്ക് എന്താ എഴുതാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നു. കാണിച്ചു തരാം. രാവിലെ എണീറ്റത് മുതൽ ടി വിയുടെ മുമ്പേ ആണ്. ഒരാളിതാ എഴുതിക്കൊണ്ടിരിക്കുന്നു. ഹായ് പറ, ഹായ്. കുറേ പ്രോജക്റ്റ് വർക്ക് ഉണ്ട് എഴുതാൻ. അങ്ങനെ പ്രോജക്റ്റ് വർക്കിൻ്റെ തിരക്കിലാണ്. സൺഡേ ഞായറാഴ്ച ആയപ്പോൾ വിചാരിച്ചു എന്തെങ്കിലും ചിക്കനോ ബീഫോ എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ രാവിലെ ഞാൻ കടയിൽ പോയി ബീഫ് വാങ്ങിച്ചുകൊണ്ട് വന്നു. പിന്നെ കപ്പയും വാങ്ങിച്ചു. ബീഫ് വാങ്ങിച്ചപ്പോഴാണ് ഒരു ഐഡിയ തോന്നിയത്, എന്തായാലും കപ്പ ബിരിയാണി വെച്ച് നോക്കാമെന്ന്. ഇതുവരെ വെച്ച് നോക്കിയിട്ടില്ല, അങ്ങനെ വെച്ച് നോക്കാമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ വരുമെന്ന് അറിയില്ല. അങ്ങനെ നോക്കുന്നൊരു കപ്പ ബിരിയാണി വെക്കാമെന്ന് വിചാരിക്കുന്നു. ഒരാൾ വിശക്കുന്നെന്ന് പറഞ്ഞിട്ട് ബുൾസ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എവിടെ അല്ല, ഒരു ബുൾസ റെഡിയാണ്. അടുത്ത ബുൾസ ഇതായിക്കൊണ്ടിരിക്കുന്നു. ബുൾസ ഉണ്ടാക്കാനൊക്കെ അറിയാമോ? എന്തൊക്കെ അറിയാമോ? ഉണ്ടാക്കാൻ സമയമല്ല, ഭയങ്കര ബിസിയാണ് ആൾ. എന്തൊക്കെ അറിയാം? കേക്ക് ഉണ്ടാക്കാൻ അറിയാം, സ്നാക്സ് ഉണ്ടാക്കാൻ അറിയാം. എന്ത് കേക്ക് ഉണ്ടാക്കുന്നു? ചോക്ലേറ്റ് കേക്ക്, നല്ല കേക്ക്. കേക്ക് ഉണ്ടാക്കാനൊക്കെ അറിയാം, പിടിക്കുകയാണ് കേക്ക് ഉണ്ടാക്കാനൊക്കെ. പിന്നെ വേറെ ഒന്നും നമ്മൾ ഉണ്ടാക്കുമല്ല, എന്താണ്? ചിക്കൻ ചീസ് ബോൾ ഉച്ചയ്ക്ക് തന്നെ ഉണ്ടാക്കും. പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ചിക്കൻ ചീസ് ബോൾ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ്. അങ്ങനെ കുറച്ച് പാചകമൊക്കെ അറിയാം. മോനെ കഴിക്കും. സ്പൂൺ വേണോ? ഇതാരുണ്ടാക്കിയെന്നറിയാവോ? ആരായിരിക്കും? ഇല്ല, ചേച്ചി ഉണ്ടാക്കിയത്. കൊള്ളാവോ നോക്ക്. നീക്കി വെക്കേ. എങ്ങനെയുണ്ട്? സൂപ്പർ, അടിപൊളിയായിട്ടുണ്ടല്ലേ? അങ്ങനെ കപ്പ ബിരിയാണി വയ്ക്കാമെന്ന് നോക്കി. ആദ്യമായിട്ടാണ് കപ്പ ബിരിയാണി വയ്ക്കുന്നത്. കപ്പ സെപ്പറേറ്റ് വേവിച്ച് വെച്ചിട്ടുണ്ട്, ബീഫും സെപ്പറേറ്റ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ബീഫ് ഏകദേശം ഇവിടെ റെഡിയായി, ഇതാ റെഡിയാക്കി വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോഴത്തേക്കും കപ്പ ബിരിയാണി റെഡി. കപ്പ ബിരിയാണി റെഡിയായിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് പറ, കഴിച്ചിട്ട് പറ. ചൂടുണ്ട്, കൊള്ളാം. ഓക്കെ. ഉച്ചയ്ക്ക് കപ്പ ബിരിയാണിയൊക്കെ കഴിച്ച് കുറച്ച് റെസ്റ്റ് എടുത്ത്, കുറച്ച് വീട്ടിലെ പണികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞ് ഇപ്പം മണി 3:30 കഴിഞ്ഞിട്ടുണ്ട്. 4 മണിക്ക് മോന് കരാട്ട ക്ലാസ് ഉണ്ട്. ഇന്ന് മോളാണ് ക്ലാസ്സിന് കൊണ്ടുവിടാൻ പോകുന്നത്. ഇതാ ഇവിടെ റെഡിയായി ഇരിപ്പുണ്ട് ആൾ. എവിടെ? പ്രാക്ടീസ് ചെയ്യാണത്. വെള്ളം എടുത്താ ഇതാ, വെള്ളം എടുത്തിട്ടാ എനിക്ക്. ടാറ്റാ. അതെന്താ അങ്ങനെ? പോടാ പോയിട്ട് വാ. ഇതാ പോകുന്നു രണ്ടുപേരും കൂടെ. ഒതുങ്ങിപ്പോണേ. ആ ശരി, പോയിട്ട് വാ. A few hours later. അങ്ങനെ കരാട്ട ക്ലാസ് കഴിഞ്ഞ് തളർന്നു വരെയാണ്. അയ്യോ എന്ത് പറ്റിയടാ? എന്ത് പറ്റി? തളർന്നു പോയാ? ക്ഷീണിച്ചാ? ഇവിടെ നോക്ക്. വെള്ളം കുടിക്കേ. നല്ല ക്ഷീണമുണ്ട്.
തളർന്നാ നീ ബോണ്ടില്ലേ എവിടെ വാ കുളിക്കാൻ പോവാം വാ ഗൈസ്. അങ്ങനെ കറാട്ട ക്ലാസ് കഴിഞ്ഞ് ക്ഷീണിച്ചു ഒരാളും. എവിടെ ആളവിടെ ക്ഷീണിച്ച് താളന്ന് വന്നിരിക്കുന്നു. ഇതെന്ത് കരിങ്കാളിയാ? അങ്ങനെ നമ്മുടെ സൺഡേ വ്ളോഗ് ഞങ്ങളിവിടെ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.